വിദേശ മലയാളികളുടെ പണമുണ്ട്. ഞാനിപ്പോൾ അതിനെ പണമെന്ന് വിളിക്കാറില്ല, മറിച്ച് അങ്ങനെ പണം എന്ന് പറഞ്ഞൊരു സാധനമില്ല സത്യത്തിൽ ഭൂമി. നമുക്കൊരു എക്സ്ചേഞ്ചിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണല്ലോ. മണി എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിനുള്ള ഒരു മീഡിയം മാത്രമാണ്. എങ്ങനെയാണ് കേരളത്തിൽ പണം ഉണ്ടായത്? നമുക്കറിയാം, മലയാളികളുടെ ഓരോ ദിവസത്തെയും കഷ്ടപ്പാടുകൾ, മാംസരക്തങ്ങളുടെ വിലയാണ് ആ പണം. അപ്പോൾ അതുകൊണ്ടാണ് പല ദേവാലയങ്ങളും പടുത്തുയർത്തി, പല സ്ഥാപനങ്ങളും ഉയർന്നു. പുത്തൻകുരിശിലെ നമ്മുടെ സെൻട്രൽ അടക്കമുള്ള അനേക സ്ഥാപനങ്ങൾ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുവഹിക്കാൻ സാധിച്ച നിങ്ങൾ ഓരോരുത്തരും സത്യത്തിൽ സഭയ്ക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ബലിയർപ്പണത്തിൻ്റെ ഭാഗമായി ഒരു ബലിയായി കാണും. പരിശുദ്ധ മാതൃകീസ് സ്വാമി അടുത്ത കാലത്ത് വന്നപ്പോൾ, തൂത്തുട്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു ഭാഗ്യതായിരുന്നു, നമ്മുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് മരിക്കുന്നത് മാത്രമല്ല. അത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത്, അത് മാതൃകീസ് സ്വാമിയുടെ സെക്രട്ടറി ആയിരുന്ന കൊച്ചുതിമോത്തി സിൽവേനി, പുള്ളി ഈ സിറിയയിലുണ്ടായിരുന്ന സമയത്തെല്ലാം പുള്ളി എപ്പോഴും എന്താണ് ഈ ബോംബിടുന്ന സ്ഥലങ്ങളും കൂടിയൊക്കെ നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഈ യുദ്ധമുള്ളപ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിയാൻ തന്നെ. എന്നാലും എന്നോട് പറയുക, എന്നതായാലും ഞാൻ ജീവിച്ചൊരു വിശുദ്ധനാകാൻ പോകുന്നില്ല, രക്തസാക്ഷിയാകാൻ സഭ വിശുദ്ധനായിട്ട് വിളിക്കാറില്ല. പുള്ളി നടന്ന് പല വഴി കൂടെ നടന്നെങ്കിലും പുള്ളിയുടെ തലയിൽ ഒരു ബോംബ് പോലും വീണില്ല എന്ന് മാത്രമല്ല, പുള്ളിക്ക് അവസാനം നാട്ടിലേക്ക് പോരേണ്ടിയും കൂടി വന്നു. അതുകൊണ്ടാണോ എന്നെനിക്കറിയാം. പലയിടത്തും പുള്ളി പറഞ്ഞു എനിക്ക് രക്തസാക്ഷിയാണ്. ഒരച്ഛൻ പറഞ്ഞു, തിരുമിനി എങ്ങനെയൊന്നും പറയരുത്. മലങ്കര രീതിയിൽ ഒരു അച്ഛനും പറഞ്ഞു, അച്ഛനോട് ചെന്ന് പറഞ്ഞു, ഞാൻ സിറിയയിലേക്ക് തിരിച്ചു പോവാണ്, എനിക്ക് രക്തസാക്ഷിയായിരുന്നു. അങ്ങനെ പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊക്കെ പറയാതെ, അങ്ങനെയൊന്നും പറയരുത്, അച്ഛൻ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ നടക്കുക. പാത്രികീസോ പറഞ്ഞു, നമ്മൾ മരിക്കാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാനാണ് നമുക്ക് പ്രയാസം. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രതിയും അതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു മനുഷ്യന് വേണ്ടി ഏതെങ്കിലും നന്മ ചെയ്തുകൊണ്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവിക്കുന്നത് തന്നെ രക്തസാക്ഷിത്വമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ പോക്കലിരിക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ ഒരു 100 രൂപ എടുത്ത് നമ്മൾ മറ്റൊരുത്തിന് കൊടുക്കുന്നത് പോലും രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ബലിയർപ്പണമാണത്. അതിനകത്ത് ഇച്ചിരി രക്തം പൊടിയുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി ബാബയുടെ പ്രസംഗം കേട്ടപ്പോൾ. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കഷ്ടപ്പാട് മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും വലിയ പ്രയോജനം ഉണ്ടായി, ഒരുത്തരും തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന എന്നെ പരിചയമുള്ള ആളുകൾ ഇപ്പം ഇല്ലല്ലോ. ചിലപ്പം ഇപ്പം വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പരിചയമുള്ള ആരും കാണിക്കില്ല. ദുബായി ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ ഏതാന്ന് ചോദിക്കും. ആ അവസ്ഥയിലെത്തി നമ്മൾ. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് വലിയ പ്രയോജനം. ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിൽ തന്നെ പല പ്രാവശ്യം ഒരു പക്ഷിയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പക്ഷിയാണ് ഈ കഴുകൻ എന്ന് പറയുന്നത്. കഴുകൻ ഒരു പാട്ട് തന്നെയുണ്ട്, കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. അപ്പൊ കഴുകനെ കുറിച്ച് അങ്ങനെ ആവർത്തന പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. മോശയുടെ ഒരു കീർത്തനമുണ്ട്. മോശ നടത്തിയ പാട്ടിനകത്ത് മോശ ഇത് പാട്ടായിട്ട് പാടുന്നു. അപ്പൊ അതിനകത്ത് പറയുന്ന ഇതാണ്, കഴുകൻ എന്ത് ചെയ്തു, കൂടുണ്ടാക്കി, മുട്ടയിട്ടു, കുഞ്ഞുങ്ങളെ വിരിയിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ കൂടിട്ട് പതുക്കെ തള്ളാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്കിട്ട് തള്ളി അനക്കി ഇളക്കി കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കൂട് തള്ളി മറിച്ച് താഴെ ഇടും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കും. നമ്മളങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കുഞ്ഞുങ്ങൾ തന്നെ ഉറക്കാൻ പഠിക്കും. അവസാനം താഴ്പോകുന്നത് കാണുമ്പോൾ വീണ്ടും ചിറകിൽ മുകളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും താഴെയിടും. അങ്ങനെ അനേക പ്രാവശ്യം കുഞ്ഞുങ്ങളെ മുകളിൽ നിന്ന് പൊക്കിയിട്ട് പഠിപ്പിക്കുന്ന ഒരമ്മയുടെ ചിത്രമാണ് കഴുകനായിട്ട് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ. വേറെ പല സ്ഥലത്തുമുണ്ട്. പുതിയ നിയമത്തിൽ കഴുകനെ കുറിച്ച് പറയുന്നത് ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നു ചെയ്യും. അതുപോലെ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഇങ്ങനെ അനേകം പ്രാവശ്യം കഴുകന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി. അതൊരു കഴുകനെ കുറിച്ചുള്ള ഒരു
വീഡിയോ. അപ്പോൾ കഴിയുന്നത് ഇയാൾ ഒരു 10-40 വർഷം കഴിയുമ്പോൾ, 70 വർഷം മുതലാണ് എൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. 70 വർഷം എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം. ഒരു 40 വർഷം കഴിയുന്നതോടുകൂടി ഈ കഴുകൻ്റെ ചുണ്ടെല്ലാം നീണ്ടുവരും. ഇര പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നഖങ്ങളെല്ലാം വളരെ നീളും. ചിറകുകളിലെല്ലാം കൂടെ എൻ്റെ ആ ക്ലേസിങ്ങൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെ വല്ലാത്തൊരവസ്ഥ വരും. നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഈ കഥ പറയാനിരിക്കുമ്പോൾ എനിക്കൊരു സംശയം, ഇത് ആധികാരികമാണെന്ന് അറിയാം. ഞാൻ ഗൂഗിളിൽ ഒന്നുകൂടി അടിച്ചു നോക്കി, സത്യമാണോ കറക്റ്റാണ്. അതിനകത്ത് അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ 40 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഇത് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഈ തോലെല്ലാം ഇതെല്ലാം പറിച്ചു കളയും. തൂവലെല്ലാം പറിച്ചു കളയും. തൂവലെല്ലാം സ്വന്തം ചുണ്ടുകൊണ്ട് തന്നെ കുത്തിപ്പറിച്ച് പുറത്തിടും. അതിനുശേഷം ഈ ചുണ്ടെല്ലാം ഉരച്ച് ഓടിച്ചു കളയും. കയ്യിലെ നഖമെല്ലാം ഒരു സ്ഥലത്ത് പോയിരുന്ന് ശാന്തമായിട്ട് മാന്തി പറിച്ച് ഓടിച്ചെല്ലാം അതും കളയും. എന്നിട്ടൊരു 3-4 മാസം അത് വളരെയധികം ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കും. എന്തിനാണ്? പുതിയ ചുണ്ടുണ്ടാകാൻ, ചുണ്ട് വളരാൻ വേണ്ടി, വിരലിൽ നഖങ്ങൾ നന്നായിട്ടുണ്ടാകാൻ വേണ്ടി, ചിറകുകൾ നന്നായി മുളയ്ക്കാൻ വേണ്ടി. എന്തിനാണ്? അടുത്ത ഒരു 30 വർഷം കൂടെ ഉറങ്ങണം. നിങ്ങളുടെ